ഭാരതി അവളുടെ വീട് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അയൽക്കാരി വന്നു പറഞ്ഞു, കൊള്ളാലോ ഭാരതി, നീ ആവാൻ പോകുന്ന ക്ഷമിക്ക്, വരാൻ പോകുന്ന ചേട്ടത്തിക്ക് വേണ്ടി വീടിനെ ഒരുപാട് ഒരുക്കിയല്ലോ. പറയൂ, എവിടെ നോക്കിയാലും റോസാപ്പൂവും ജമന്തിപ്പൂവും ഒക്കെയാണല്ലോ. പിന്നല്ലാതെ, എന്റെ ചേട്ടത്തി വരികയല്ലേ വീട്ടിലേക്ക്. ചേട്ടത്തിയെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണല്ലോ. അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ എന്താ, അവരുടെ നാത്തൂൻ ഇവിടെയുണ്ടല്ലോ. ഭാരതിയും അയൽക്കാരിയും സംസാരിച്ചുകൊണ്ടിരുന്നതും പുറത്തുനിന്ന് നല്ല ശബ്ദം കേട്ടു. കുറച്ചു കഴിഞ്ഞതും ഭൂമി അവളുടെ ഭർത്താവിന്റെ കൂടെ വീടിന്റെ വാതിൽ വന്നു നിന്നു. അവളുടെ ചേട്ടത്തിയെ കണ്ടതും ഭാരതിക്ക് ഒരുപാട് സന്തോഷമായി. പൂക്കൾ കൊണ്ട് അവളെ സ്വീകരിച്ചുകൊണ്ട് ഭാരതി പറഞ്ഞു, ഹേ ചേട്ടത്തി, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി സ്വീകരിച്ചേനും ചേട്ടത്തിയെ. അവളുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് ഭൂമിക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അവൾ ഗൃഹപ്രവേശം നടത്തി. ഭാരതി അവളുടെ ചേട്ടനെയും ചേട്ടത്തിയെയും കൊണ്ട് ഒരു കേക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കത്തികൊണ്ട് കേക്ക് മുറിപ്പിച്ചു. ഇത് കണ്ട് ഭൂമിക മനസ്സിൽ ആലോചിച്ചു, ആളുകൾ പറയുന്നത് നാത്തൂൻ നല്ലതല്ല എന്നാണല്ലോ. എന്റെ നാത്തൂൻ ലക്ഷങ്ങളിലൊന്നാണ്. ദൈവം എല്ലാവർക്കും ഇതുപോലത്തെ നാത്തൂനെ കൊടുക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും മുറിയിലേക്ക് പോയി. അടുത്ത ദിവസം ഭൂമിക കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ഭാരതി അവിടെ എത്തിയിട്ട് പറഞ്ഞു, അയ്യോ ചേട്ടത്തി, കിച്ചണിൽ ഒറ്റയ്ക്ക് എന്തിനാ ജോലി ചെയ്യുന്നേ? നാത്തൂനെ, ഇത് എന്റെ കൂടെ വീടല്ലേ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നല്ലായിട്ടറിയാം. നീ ഇപ്പൊ പോയിട്ട് കുറച്ചുനേരം വിശ്രമിക്ക്. അല്ല ചേട്ടത്തി, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് എത്രത്തോളം ഈ വീടും ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളും ചേട്ടത്തിയുടെയാണോ അത്രയും തന്നെ എന്റേതും കൂടെയാണ്. ഭാരതി അവളുടെ ചേട്ടത്തിയുടെ കൂടെ നിന്ന് ഭക്ഷണമുണ്ടാക്കാൻ സഹായിക്കാൻ തുടങ്ങി. അതേസമയം അവൾ ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ഒരു ബ്ലൂ സാരി കിട്ടിയില്ലേ, അത് നല്ല ഭംഗിയാണ്. നിനക്ക് ആ സാരി ഇഷ്ടമായോ? നിൽക്ക്, ഞാനിപ്പോ വരാം. ഭൂമിക മുറിയിൽ നിന്ന് നീല സാരി കൊണ്ടുവന്ന് നാത്തൂന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഈ സാരി അത്ര ഇഷ്ടമായെങ്കിൽ എന്നാ നീ ഇത് വെച്ചോ. അയ്യോ അങ്ങനെയല്ല ചേട്ടത്തി, ഞാൻ വേണമെന്നല്ല പറഞ്ഞേ. ഈ സാരി നല്ല ഭംഗിയുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ബ്ലൂ കളർ എനിക്ക് നല്ലായിട്ട് ചേരും. പക്ഷേ സാരി മേടിക്കാനൊന്നും ഞാൻ വിചാരിച്ചില്ല. ഭാരതി വേണ്ട എന്ന് പറഞ്ഞിട്ടും ഭൂമിക സാരി അവൾക്ക് കൊടുത്തു. പിന്നെ ഭാരതിക്ക് എന്തെങ്കിലും വേണം എന്ന് തോന്നിയാൽ അവൾ ഭൂമികയെ അഭിനന്ദിക്കാൻ തുടങ്ങും. പോരാതെ ഭൂമിക പോലും വിചാരിക്കാത്ത കാര്യങ്ങളിൽ അവളെ സഹായിക്കുകയും ബുദ്ധിപൂർവം സാധനങ്ങൾ മേടിക്കുകയും ചെയ്യും. ഒരു ദിവസം ഭൂമിക ബാത്റൂമിൽ കുളിക്കുമ്പോൾ അവളുടെ ഫോണിൽ കോൾ വന്നു. അപ്പോൾ ഭാരതി കോൾ എടുത്തു. കോളിൽ ഭൂമികയുടെ കൂട്ടുകാരി നിധി പറഞ്ഞു, ഇന്നവൾ ഭൂമികയെ കാണാൻ വരുന്നുണ്ടെന്ന്. ഭൂമിക കുളിച്ചിട്ട് വന്നപ്പോൾ ഭാരതി അവളോട് ഈ കാര്യം പറഞ്ഞു. ചേട്ടത്തി ക്ഷമിക്കണേ, ഫോൺ കുറെ നേരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോൾ എടുത്തു. ചേട്ടത്തിയുടെ ഏതോ കൂട്ടുകാരി നിധിയുടെ കോൾ വന്നിരുന്നു. അവൾ ഇന്ന് കാണാൻ വരുന്നുണ്ട്. ആഹാ, അവൾ കാണാൻ വരുന്നുണ്ടോ? എന്റെ കല്യാണത്തിന് ഒരുപാട് മുൻപ് അവൾ കല്യാണം കഴിച്ചിരുന്നു. ഭാരതി, നീ നിന്റെ ചേട്ടനെ വിളിച്ച് കുറച്ച് പൈസ ചോദിക്ക്. എനിക്ക് നിധിക്ക് വേണ്ടി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോഴേക്ക് ഞാൻ നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്നും എന്തൊക്കെ മേടിക്കണമെന്നും. ചേട്ടത്തിയുടെ വാക്ക് കേട്ട് ഭാരതി മനസ്സിൽ വിചാരിച്ചു, ഇത് നല്ല അവസരമാണ് ചേട്ടന്റെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിക്കാൻ. ഭാരതി അവളുടെ ചേട്ടനെ കോൾ ചെയ്തിട്ട് സംസാരിച്ചു. ചേട്ടാ, ചേട്ടത്തി 5000 രൂപ ചോദിച്ചു. അവരുടെ കൂട്ടുകാരി വരുന്നതുകൊണ്ട് കുറച്ച് സാധനം മേടിക്കണം. 5000 രൂപ എന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് കൂടുതലാണല്ലോ. ശരി, ഞാൻ ഫോൺ പേയിൽ അയക്കാം. മുകേഷ് ഭാരതിക്ക് 5000 രൂപ ഫോൺ പേ ചെയ്തു കൊടുത്തു. ഭാരതിക്ക് സന്തോഷമായി. അവൾ 1000 രൂപ ഭൂമികയ്ക്ക് കൊടുത്തിട്ട് ബാക്കി 4000 രൂപ അവളുടെ കയ്യിൽ തന്നെ വെച്ചു. വൈകുന്നേരം നിധി കാണാൻ വന്നപ്പോൾ ഭൂമികയും നിധിയും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടത്തി, നിങ്ങൾ ഈ സ്നാക്സ് കഴിക്ക്. അപ്പോഴേക്ക് ഞാൻ ഡിന്നർ തയ്യാറാക്കാൻ നോക്കട്ടെ. വേണ്ട ഭാരതി, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഭൂമിയെ കാണാൻ വന്നതാണ്. അല്ലെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ കൂടെ എന്റെ ഡിന്നർ പുറത്താണ്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കും. ഞാൻ ഭൂമികയോട് പറയാൻ വന്നത് എന്താണെന്നാൽ, എന്റെ ഭർത്താവിന്റെ അനുജൻ വിനീതിന് വളരെ നല്ല ജോലി കിട്ടി. ഭൂമിക, നീ പറയുന്നില്ലായിരുന്നോ നിന്റെ അനുജത്തി ശാന്തിയുടെ കാര്യം വിനീതിനോട് സംസാരിക്കാൻ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിനീത് ശാന്തിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ നാളെ ശാന്തിയെ ഇങ്ങോട്ടേക്ക് വിളിക്ക്. ആഹാ നിധി, രാവിലെ ഞാൻ ശാന്തി ഇവിടേക്ക് വിളിക്കാം. നീ വിനീതിനെയും കൂട്ടി വൈകുന്നേരം എത്തിയാൽ മതി. അങ്ങനെ രണ്ടുപേർക്കും കാണുകയും ചെയ്യാം, പരസ്പരം സംസാരിക്കുകയും ചെയ്യാം. കൂടെ ഈ ബന്ധവും നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോയി. പിന്നെ ഭൂമിക അവളുടെ അനുജത്തിയെ കോൾ ചെയ്ത് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു. വൈകുന്നേരം വിനീത് നിധിയുടെ കൂടെ ശാന്തിയെ കാണാൻ എത്തിച്ചേർന്നു. വിനീതിന് ശാന്തിയെയും ശാന്തിക്ക് വിനീതിനെയും ഇഷ്ടമായിരുന്നു. പക്ഷേ ഭാരതിക്കും വിനീതിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ പോകുന്ന സമയത്ത് ഭാരതി വളരെ ബുദ്ധിപരമായി അവന്റെ നമ്പർ ചോദിച്ചു. ഇപ്പോ നിങ്ങൾ ശരിക്കും എന്റെ അളിയനാണ്. ശാന്തി ചേട്ടത്തിയുടെ അനിയത്തിയാണെങ്കിലും എനിക്കും അവൾ അനിയത്തി പോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നത് എന്റെ കടമയാണ്. നിങ്ങൾ നിങ്ങളുടെ നമ്പർ എനിക്ക് തരൂ, ഞാനത് അവൾക്ക് ഫോർവേഡ് ചെയ്തേക്കാം. വിനീത് പോയതിനു ശേഷം അവൾ മനസ്സിൽ പറഞ്ഞു, വിനീത് എന്ത് സ്മാർട്ടാണ്.
പക്ഷെ വിനീതിനെ കല്യാണം കഴിക്കുന്നത് അവളായിരിക്കില്ല, പകരം ഞാനായിരിക്കും. എന്ത് ചെയ്തിട്ടാണേലും എനിക്ക് വിനീതിന്റെയും ശാന്തിയുടെയും ബന്ധം തകർക്കണം. അതാവുമ്പം എന്റെ കല്യാണം വിനീതായി നടക്കും, ശാന്തിക്ക് പകരം. ഇതും ആലോചിച്ചുകൊണ്ട് ഭാരതി അടുത്ത ദിവസം വിനീതിനെ കോൾ ചെയ്തു. ഹലോ വിനീത്, തനിക്ക് സുഖമാണോ? ഞാൻ തന്നെ കോൾ ചെയ്തത് എന്താണെന്നാൽ ശാന്തിയെ വിവാഹം കഴിക്കരുതെന്ന് പറയാനാണ്. കാരണം ശാന്തിക്ക് വേറെ ഒരാളായി അഫെയർ ഉണ്ട്. ഭാരതി, നീ എന്തൊക്കെയായി പറയുന്നത്? നോക്ക് ഭാരതി, എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും തീരെ വിശ്വാസമില്ല. കല്യാണത്തിന് മുമ്പ് പലർക്കും പല പാസ്റ്റും ഉണ്ടാവും. എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവൾക്കും ഈ കല്യാണത്തിന് വിരോധമില്ലെങ്കിൽ ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിനീത് ഫോൺ കട്ടാക്കി. ഷേട്ടേ, വിനീതിന്റെ മനസ്സിൽ നിന്ന് ശാന്തിയുടെ പേര് പോലും പോകുന്നില്ലല്ലോ. ഹേ ദൈവമേ, എന്ത് ഞാൻ ചെയ്യും ഇവർ രണ്ടുപേരുടെയും കല്യാണം മുടക്കി എനിക്ക് വിനീതിനെ കല്യാണം കഴിക്കാൻ? ഭാരതി അവളോട് തന്നെ സംസാരിക്കുമ്പോൾ അവൾ അറിയാതെ അവളുടെ ചേട്ടത്തി ഭൂമിക പുറകിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ഭാരതിയുടെ മുറിയിലേക്ക് ചെന്നു. നീ വിനീതിനെ തെറ്റിദ്ധരിപ്പിച്ചത് ഒട്ടും ശരിയായില്ല ഭാരതി. നീ ഒരു പാവമാണെന്നാ ഞാൻ കരുതിയ, പക്ഷെ എനിക്കറിയില്ലായിരുന്നു നീ ഇത്ര കൂർമ്മ ബുദ്ധിക്കാരിയാണെന്ന്. നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു. നിനക്ക് വിനീതിനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് ഒരു തവണ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്റെ അനിയത്തിക്ക് പകരം നിന്റെ വിവാഹം വിനീതായിട്ട് നടത്തിയേനെ. പക്ഷേ നിന്റെ ഈ മാർഗം തെറ്റിപ്പോയി. നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ തന്നിട്ടില്ലേ? നീ നേരിട്ട് വിനീതിനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതും നടത്തി തന്നിരുന്നേനെ. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് ശാന്തി മുറിയിലേക്ക് വന്ന് ഭാരതിയോട് സംസാരിച്ചു. ഭാരതി, ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞു. നിനക്ക് വിനീതിനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോടോ ചേച്ചിയോടോ പറഞ്ഞുകൂടായിരുന്നു. സാരമില്ല, നിനക്ക് വിനീതിനെ വിവാഹം ചെയ്യണമെങ്കിൽ ഓക്കെ, ഞാൻ തന്നെ വിനീതിനെ കോൾ ചെയ്ത് എനിക്ക് താല്പര്യമില്ലാന്ന് പറയാം. ശാന്തിയുടെ വാക്കുകൾ കേട്ട് ഭാരതിക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. അവൾ മനസ്സിൽ പറഞ്ഞു, ഇവരെത്ര നല്ലവരാണ്. ഇത്രയുമൊക്കെ നടന്നിട്ടും അവർ എന്റെയും വിനീതിനെ വിവാഹം നടത്താൻ ഒരുങ്ങുന്നു. ഞാൻ ചേട്ടത്തിയോട് എപ്പോഴും തെറ്റ് ചെയ്തിട്ടും. ഭാരതി അവർ രണ്ടുപേരോടും ക്ഷമ ചോദിച്ചു. ചേട്ടത്തി, ഇനി ഞാൻ ശരിക്കും ലക്ഷ്യങ്ങളിൽ ഒരു നാത്തൂനായി കാണിക്കും. ഭാരതിയുടെ വാക്കുകൾ കേട്ട് ശാന്തിക്കും ഭൂമികയ്ക്കും ഒരുപാട് സന്തോഷമായി. കാരണം ഭാരതി തിരിച്ചറിഞ്ഞിരുന്നു അവൾ നല്ലതായി എത്ര അഭിനയിച്ചാലും അവൾ നല്ലവളായിരുന്നില്ല എന്ന്. കാരണം അവളുടെ മനസ്സ് നല്ലതായിരുന്നില്ല. പിന്നീട് ഭാരതി വളരെ സത്യസന്ധയായി മാറി. എന്നിട്ട് അവളുടെ ചേട്ടത്തിയുടെ കൂടെ നിന്ന് ശാന്തിയുടെ കല്യാണം വിനീതായിട്ട് നടത്തിക്കൊടുത്തു. ശാലിനിയുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. അതിനുശേഷം അവളുടെ അപ്പൂപ്പനാണ് അവളെ വളർത്തിയത്. ശാലിനി വളർന്ന് വലുതായപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ നല്ല വീടുകളിൽ നിന്നും ബന്ധങ്ങളും വരുന്നു. അവളുടെ കല്യാണവും ഫിക്സ് ചെയ്തു. കല്യാണാലോചനകൾ വന്നപ്പോൾ അടുത്തുള്ളവർ അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല. അവരെന്തൊക്കെ പറയുന്നോ അതൊക്കെ ചെയ്യണം. അവർ പറയുന്നതനുസരിച്ചാൽ ജീവിച്ചു പോകാം, കേട്ടല്ലോ. ഒരിക്കൽ ശാലിനിയുടെ കൂട്ടുകാരി പൂർവി കാണാനെത്തി. എന്താ കാര്യം? എന്റെ കൂട്ടുകാരിയും വധുവാകാൻ പോകുന്നു. എന്നാൽ കേട്ടോ, ഈ അമ്മായിയമ്മമാരുണ്ടല്ലോ ഭയങ്കര സാധനങ്ങളാ. എപ്പോഴും ശല്യം ചെയ്തോണ്ടേയിരിക്കും. അല്ലടി, എന്റെ അമ്മായിയമ്മ വളരെ നല്ലവളാ. ഞാൻ മകളെപ്പോലെയാണെന്നാ പറയാറ്. അയ്യോ, എല്ലാ അമ്മമാരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാൽ കല്യാണം കഴിഞ്ഞതിനു ശേഷം മരുമക്കളെ വേലക്കാരിയാക്കി മാറ്റും. അവളുടെ വാക്കുകൾ കേട്ട് അവൾ പേടിച്ചുപോയി. അങ്ങനെ കാലങ്ങൾ കടന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ശാലിനിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ പുതിയ വീട്ടിലേക്കും പോയി. അവിടെ അവളുടെ അമ്മായിയമ്മ അമ്മയെപ്പോലെ പെരുമാറി. നയനോ, ഇന്ന് നിന്റെ ചേട്ടത്തിയുടെ ആദ്യ അടുക്കളയാണ്. അതുകൊണ്ട് നീ ഇന്ന് ഇവളുടെ കൂടെ സഹായത്തിന് ഇവിടെ നിൽക്കണം. എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. ശരിയമ്മേ. കുറച്ചു സമയങ്ങൾക്കു ശേഷം ശാലിനി പേടിച്ച് എല്ലാവർക്കും പരിചരിച്ചു. എല്ലാവർക്കും അവളുടെ ഭക്ഷണം ഇഷ്ടമായി. ആഹാ മോളെ, നീ എന്തു നല്ല ഭക്ഷണമോ ഉണ്ടാക്കിയത്. നിനക്ക് ഈ അമ്മയും ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാമോ? സത്യമായിട്ട് മോളെ കൊള്ളാം. ശരി മോളെ, ഇപ്പോൾ നീയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ഞങ്ങൾ മരുമക്കളെ മകളെ പോലെയാണ് കാണുന്നത്. നീ എന്നു മുതൽ ഈ വീട്ടിലെ മകളായോ? അതുകൊണ്ട് നീയും ഇരിക്കണം. കഴിച്ചതിന് ശേഷം, നയനെ, നിന്റെ ചേട്ടത്തി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? അവളിപ്പോൾ ക്ഷീണിച്ചു കാണും. അതുകൊണ്ട് അവൾക്ക് തനിയെ പാത്രം കഴുകാൻ പറ്റില്ല. നീ പോയി ഒന്ന് സഹായിക്ക്. പക്ഷെ അമ്മ, എനിക്കിപ്പോൾ കോളേജിൽ പോകണ്ടേ? വൈകിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ചേച്ചിയെ സഹായിക്കാം. താങ്ക് ഗോഡ്, ഞാൻ പെണ്ണല്ല. അല്ലെങ്കിൽ അമ്മ വീട്ടുപണി എന്നെക്കൊണ്ടും ചെയ്യിച്ചേനെ. ജോലിയൊക്കെ നിനക്കും ചെയ്യാം. നിനക്ക് അവധിയുള്ള ദിവസം നീ പോയി റേഷൻ വാങ്ങിച്ചോണ്ട് വരണം. പിന്നെ കൂടെ എന്റെ മരുമകളെ എവിടെയെങ്കിലും വെളിയിൽ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്? രണ്ടുപേരും നന്നായി സംസാരിച്ചാലേ പരസ്പരം മനസ്സിലാക്കാനായി പറ്റൂ. കൊള്ളാമമ്മേ, അമ്മ സ്നേഹം കൊണ്ട് മരുമകളെ കീഴ്പ്പെടുത്തിയല്ലോ. എന്റെ മരുമകൾ അത്ര നല്ലവളാ. അങ്ങനെ ഒരിക്കൽ, നയന, നീ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ചേട്ടത്തിയും കൂടി കൊണ്ടുപോ. അവൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടായിരിക്കും. പോകുമോളെ, നയനയുടെ ഒപ്പം പൊക്കോ.
പിന്നെ ഈ സാരി ഒന്നും ഉടുത്തുകൊണ്ട് പോകണ്ട. എന്തെന്നാൽ മോളിൽ എല്ലാവരും വെസ്റ്റേൺ ഡ്രസ്സുകൾ, ജീൻസ് ടോപ്പ് ഇടും. നീയും അത് തന്നെ ഇട്ടോ. നയനെ, നീ ചേട്ടത്തിക്ക് നല്ലൊരു ഡ്രസ്സ് കൊടുത്തേ. ശാലിനി തന്റെ നാത്തൂനോടൊപ്പം വെസ്റ്റേൺ ഡ്രസ്സുകൾ ധരിച്ച് മാളിലേക്ക് പോയി. അവിടെ അവൾ പൂർവിയെ കണ്ടു. ശാലിനി, നീ എന്തോരം മാറിയിരിക്കുന്നു. നിനക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച് നീ ഇവിടെ? നിന്റെ അമ്മായിയമ്മ നിന്നെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇതൊക്കെ അമ്മയാ പറഞ്ഞത് ഇട്ടുകൊണ്ടു പോകാൻ. എന്താ? എനിക്ക് തോന്നുന്നു നീ വ്യത്യസ്തമായ ആൾക്കാരുടെ കൂടെയാ ജീവിക്കുന്നത്. ഇല്ല, എന്റെ നാത്തൂനും അമ്മായിയമ്മയും വളരെ നല്ലവരാണ്. അയ്യോ, ഇതൊക്കെ ആദ്യമൊക്കെ കാണൂ. കുറച്ചു കഴിഞ്ഞ് നോക്കിക്കോ. ശരി, ഞാനിപ്പോൾ പോവുകയാ. അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തും. നോക്ക്, അവരെന്നെ പട്ടിണി കിടക്കുന്ന സിംഹത്തെ പോലെ നോക്കുന്നത് എന്നെ തിന്നുകളയും. പൂർവി അവിടെ നിന്നും പോയി. അങ്ങനെ വൈകുന്നേരമായി. സിനിമ കണ്ടതിനു ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. അമ്മേ, എനിക്ക് അരമണിക്കൂർ തരൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ ഗുളിക കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം എല്ലാവർക്കും ഡിന്നർ തരാം. അയ്യോ, നീ വിഷമിക്കണ്ട മോളെ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീയും ഗുളിക കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വാ, ഞാൻ നിന്റെ തലയൊന്ന് ശരിക്കും മസാജ് ചെയ്യാം. നിനക്ക് ശരിയായിക്കോളൂ. അയ്യോ, വേണ്ട വേണ്ട അമ്മേ, ഒരാവശ്യമില്ല. അമ്മ പറയുന്നത് തട്ടിക്കളയാൻ പാടില്ല. നാളെ എന്റെ ആരോഗ്യവും മോശമാകും. നീ എന്താ എന്നെ നോക്കില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഒരിക്കൽ ശാലിനിയുടെ പിറന്നാൾ വന്നു. അങ്ങനെ അവളുടെ അമ്മായിയമ്മയ്ക്കും ഈ കാര്യം മനസ്സിലായി. അവർ തന്റെ മകനോട് പറഞ്ഞ് ഒരു വലിയ പാർട്ടി തന്നെ നടത്തി. പിന്നെ എല്ലാ ബന്ധുക്കളെയും വിളിച്ചു, കൂടെ ശാലിനിയുടെ അപ്പൂപ്പനെയും. നീ വേഗം ഈ ഡ്രസ് ഇട്ടിട്ട് താഴേക്ക് വാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. എന്നെയും വിളിച്ചു കൊണ്ടുപോയി വാങ്ങിയതാ. ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ത് നല്ലവളാ. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാലിനി താഴേക്ക് വന്നു. അവിടെ ഒരുപാട് ആൾക്കാരും ഒരു വലിയ കേക്കും ഇരിക്കുന്നു. ഇതെല്ലാം കണ്ട് ശാലിനിക്ക് സന്തോഷമായി. പെട്ടെന്ന് അവളുടെ കണ്ണ് തന്റെ അപ്പൂപ്പന്റെ മേൽ വീണു. അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ, സുഖമാണോ? ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോൾ നീ മുത്തശ്ശനെയും മറന്നു. എന്നാൽ നിനക്ക് അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടിയില്ലേ? അതങ്ങനെ നടക്കുന്ന കാര്യമല്ല. എന്റെ മോളെ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കണ്ട് മുത്തശ്ശന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് പേടിക്കണ്ടല്ലോ. പറഞ്ഞത് സത്യമാണ് അപ്പൂപ്പ. അമ്മയില്ലാത്ത എനിക്ക് അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മ കിട്ടി. പിന്നെ ഈ വീട്ടിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്റെ മോളെ, നീയും എന്റെ മോൾ തന്നെയാ. എന്നാൽ ഞാൻ നിനക്ക് ജന്മം തന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ നിന്റെ അമ്മ തന്നെയാണ്. നിനക്ക് ജന്മദിന ആശംസകൾ എന്റെ മോളെ. അവൾ സന്തോഷിച്ചു. കാരണം അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടി. Thanks for watching.